ഹലോ വെൽക്കം യു ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കുവാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസ്. ഒരു ബൈനറി ട്രീയെ മെമ്മറിയിൽ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് മെത്തേഡിനെ പറയുന്നു സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. രണ്ടാമത്തെ മെത്തേഡാണ് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ രണ്ട് മെത്തേഡും എങ്ങനെയാണ് ബൈനറി ട്രീയെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷന് വേണ്ടി നമുക്ക് ആദ്യം ഒരു ട്രീ കൺസിഡർ ചെയ്യാം. ഈ തന്നിരിക്കുന്നതാണ് നമ്മുടെ ബൈനറി ട്രീ. ഈ ബൈനറി ട്രീയിൽ എത്ര നോഡുകളാണുള്ളത് നോക്കിക്കേ, നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 and 9. 9 നോഡുകളുള്ള ഒരു ട്രീയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ട്രീക്കൊരു പ്രത്യേകതയുണ്ട്. ബൈനറി ട്രീ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഫസ്റ്റ് നോഡിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോഡിന് ലെഫ്റ്റ് ചൈൽഡുമുണ്ട്, റൈറ്റ് ചൈൽഡുമുണ്ട്. 22 എന്ന ഈ നോഡിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനും ലെഫ്റ്റും റൈറ്റും രണ്ട് ചൈൽഡ് നോഡുകളുമുണ്ട്. പക്ഷേ 77നെ കൺസിഡർ ചെയ്യുമ്പോൾ 77 ഒരു ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ. അതേപോലെ 11 എന്ന് പറയുന്ന ഈ നോഡിന് ഒരു റൈറ്റ് ചൈൽഡ് മാത്രമാണുള്ളത്. 30 എന്ന് പറയുന്ന ഈ നോഡിന് ഒരു ലെഫ്റ്റ് ചൈൽഡ് മാത്രമാണുള്ളത്. 90 എന്ന് പറയുന്ന ഈ നോഡിനും ഒരു ലെഫ്റ്റ് ചൈൽഡ് മാത്രമാണുള്ളത്. അപ്പോൾ പല നോഡുകൾക്കും സിംഗിൾ ചൈൽഡേ ഉള്ളൂ. ചില നോഡുകൾക്ക് ചിൽഡ്രനേ ഇല്ല, ചില നോഡുകൾക്ക് രണ്ട് ചിൽഡ്രൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രസൻറ്റ് സ്റ്റാറ്റസ്. അപ്പോൾ ഇത്തരത്തിലെ ഒരു ബൈനറി ട്രീയെ നമ്മൾ മെമ്മറിയിൽ എങ്ങനെ സ്റ്റോർ ചെയ്യും? അപ്പോൾ നമ്മൾ നോക്കുക, ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ എന്താണെന്ന് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ കംപ്ലീറ്റ് ബൈനറി ട്രീക്ക് മാത്രമേ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ പോസിബിൾ ആവത്തുള്ളൂ. അല്ലാത്ത ട്രീസിനെല്ലാം തന്നെ നമ്മൾ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏത് ട്രീ ആണെങ്കിലും അതിന് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ പോസിബിളാണ്. പക്ഷേ കംപ്ലീറ്റ് ബൈനറി ട്രീ നമ്മൾ സീക്വൻഷ്യലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ട്രീ ഉണ്ട്. ഈ ട്രീ ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണ് എന്ന രീതിയിൽ വേണം മെമ്മറിയിൽ ഇതിനെ സീക്വൻഷ്യലായിട്ട് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ 45 എന്ന നോഡ് അതെന്തായാലും ഉണ്ട്. അതിന് ഒരു ലെഫ്റ്റ് ചൈൽഡും പിന്നൊരു റൈറ്റ് ചൈൽഡുമുണ്ട്. അപ്പോൾ 45 എന്ന നോഡ് കംപ്ലീറ്റ് ആണ്, അതിന് ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും ഉണ്ട്. 22 എന്ന നോഡും കംപ്ലീറ്റ് ആണ്, അതിനും ലെഫ്റ്റും റൈറ്റും ഉണ്ട്. പക്ഷേ 77 കംപ്ലീറ്റ് അല്ല, കാരണം അതിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല. നമ്മൾ മെമ്മറിയിൽ ഓരോ നോഡിനെ സ്റ്റോർ ചെയ്യുമ്പോഴും അതാത് നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡിനും റൈറ്റ് ചൈൽഡിനുമുള്ള സ്പേസ് റിസർവ് ചെയ്തിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ, ആദ്യം ഏറ്റവും ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഏതാ? ഇവിടെ നിന്നാണ് ആദ്യത്തെ ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ലെവൽ മുതലാണ് വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ 45 എന്ന ഫസ്റ്റ് എലമെൻറ്റിനെ ഞാൻ ഫസ്റ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. 45 എന്ന ഫസ്റ്റ് വാല്യൂവിനെ അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് നോഡിനെ ഫസ്റ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യും. തൊട്ടടുത്ത ലൊക്കേഷൻ ആർക്കുള്ളതാണ്? തൊട്ടടുത്ത ലൊക്കേഷൻ ആ റോയിലെ അല്ലെങ്കിൽ ആ ലെവലിലെ എല്ലാ നോഡുകളും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ തൊട്ടടുത്ത ലെവലിലെ നോഡുകളെല്ലാം സ്റ്റോർ ചെയ്യണം എന്നാണ്. അപ്പോൾ ടോപ്പ് മോസ്റ്റ് ലെവലിലെ നോഡ് സ്റ്റോർ ചെയ്തതുകൊണ്ട് ഇനി തൊട്ട് താഴത്തെ ലെവലിലെ നോഡാണ് സ്റ്റോർ ചെയ്യേണ്ടത്. താഴത്തെ ലെവലിലെ നോഡുകൾ കംപ്ലീറ്റ് ആണോ എന്ന് നോക്കുക. എന്നുവെച്ചാൽ ഈ ഒരു ലെവലിൽ ഒരു നോഡേ ഉള്ളൂ, അതിന് ആകെ പോസിബിൾ ലെഫ്റ്റും റൈറ്റും ചിൽഡ്രൻ ആയിരുന്നു. അത് രണ്ടും ഉള്ളതുകൊണ്ട് ഈ ലെവലും കംപ്ലീറ്റ് ആണ്. ഈ ലെവലിൽ ഇനി മറ്റു നോഡുകളൊന്നും തന്നെ വരാനില്ലാത്തത് കൊണ്ട് അതിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ആദ്യം 22 സ്റ്റോർ ചെയ്യും, അതിനുശേഷം 77. അപ്പോൾ നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്യേണ്ട ഓർഡർ ഇതാണ്. ഓരോ ലെവലിലും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ ലെവലിലും ലെഫ്റ്റ് ടു റൈറ്റ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ടോപ്പ് മോസ്റ്റ് ലെവലിലെ വാല്യൂ സ്റ്റോർ ചെയ്തു, തൊട്ടടുത്ത ലെവലിലെ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം.
അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ലെവലിൽ ചെല്ലുമ്പോൾ 22ൻ്റെ നോഡുകളായിരിക്കണം ആദ്യം സ്റ്റോർ ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ 22ൻ്റെ ലെഫ്റ്റ് ചൈൽഡ് ആദ്യം സ്റ്റോർ ചെയ്യണം, പിന്നെ 22ൻ്റെ റൈറ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ 22ൻ്റെ ലെഫ്റ്റ് ആദ്യം സ്റ്റോർ ചെയ്തു, പിന്നെ 22ൻ്റെ റൈറ്റ് സ്റ്റോർ ചെയ്തു. ഇനി ഇനി 77 എന്ന നോഡിൻ്റെ ചിൽഡ്രനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ 77ൻ്റെ ലെഫ്റ്റ് ചൈൽഡിനുള്ളതാണ്, പിന്നത്തെ പൊസിഷൻ 77ൻ്റെ റൈറ്റ് ചൈൽഡിനുള്ളതാണ്. പക്ഷെ നമ്മുടെ ട്രീയിൽ 77ന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ലെങ്കിലും ഇതൊരു കംപ്ലീറ്റ് ട്രീ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് 77ന് ഇപ്പോൾ ഒരു ലെഫ്റ്റ് ചൈൽഡ് ഇല്ല എങ്കിലും ഭാവിയിൽ വന്നുകൂടാ എന്നില്ലല്ലോ. അതുകൊണ്ട് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എപ്പോഴും ഒരു കംപ്ലീറ്റ് ബൈനറി ട്രീയുടെ ഡീറ്റെയിൽസാണ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലെവലിലെ ഈ ഒരു ലെവലിലെ വാല്യൂസ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ആദ്യം 22ൻ്റെ ലെഫ്റ്റ്, പിന്നെ 22ൻ്റെ റൈറ്റ്, പിന്നെ 77ൻ്റെ ലെഫ്റ്റ്, പിന്നെ 77ൻ്റെ റൈറ്റ്, ആ ഓർഡറിൽ വേണം സ്റ്റോർ ചെയ്യാൻ. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന് നോക്കുക. 77ൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ് ഇവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. നിലവിൽ സ്റ്റോർ ചെയ്യാനൊരു വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ വെറുതെ വിടുന്നു. തൊട്ടടുത്ത ലൊക്കേഷനിൽ 77ൻ്റെ റൈറ്റ് ചൈൽഡിനെ സ്റ്റോർ ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും 77 ഒരു ലെഫ്റ്റ് ചൈൽഡ് ആഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് ഏത് ലൊക്കേഷനിലോട്ടായിരിക്കും ആഡ് ആവുന്നത്? ഈ ഒരു ലൊക്കേഷനിലോട്ടായിരിക്കും ആഡ് ആകുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അതും സ്റ്റോർ ചെയ്തു. അങ്ങനെ ആ ലെവൽ കഴിഞ്ഞു. ഇനി അടുത്തതാണ്ട് ഈ ലെവലിലേക്ക് നമ്മൾ പോവുകയാണ്. ആ ലെവലിൽ പോകുമ്പോൾ ആ ലെവലിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ ലെവലിൻ്റെ പ്രത്യേകത? നമുക്കൊന്ന് നോക്കാം. ആ ലെവലിൽ ലാസ്റ്റ് ലെവലാണ്. ലാസ്റ്റ് ലെവലിൽ ആദ്യം സ്റ്റോർ ചെയ്യേണ്ടത് ഏതായിരുന്നു? 11 എന്ന ഈ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡാണ് ആദ്യം സ്റ്റോർ ചെയ്യപ്പെടേണ്ടത്. അത് കഴിഞ്ഞ് 11ൻ്റെ റൈറ്റ് ചൈൽഡ്, പിന്നെ 30യുടെ ലെഫ്റ്റ് ചൈൽഡ്, പിന്നെ 30യുടെ റൈറ്റ് ചൈൽഡ്, പിന്നെ 90യുടെ ലെഫ്റ്റ് ചൈൽഡ്, ദെൻ 90യുടെ റൈറ്റ് ചൈൽഡ്. അപ്പോൾ 6 നോഡുകൾക്കുള്ള സ്പേസ് നമുക്ക് വേണം. 6 നോഡുകളുടെ സ്പേസ് റിസർവ് ചെയ്യുന്നുവെങ്കിലും 3 നോഡുകൾക്കേ വാല്യൂ ഉള്ളൂ. സാരമില്ല, നമുക്ക് സ്പേസ് റിസർവ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകാം. അപ്പോൾ റൂൾ അനുസരിച്ച് ആദ്യം ആർക്കുള്ള സ്പേസ് റിസർവ് ചെയ്യണം? 11ൻ്റെ ലെഫ്റ്റ് ചൈൽഡിൽ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് റിസർവ് ചെയ്യുക. അപ്പോൾ ഈ പൊസിഷനിൽ നമുക്ക് 11ൻ്റെ ലെഫ്റ്റ് ചൈൽഡിനുള്ള സ്പേസ് അവിടെ റിസർവ് ചെയ്തിടാം. തൊട്ടടുത്ത പൊസിഷനിൽ 11ൻ്റെ റൈറ്റ് ചൈൽഡിനെ സ്റ്റോർ ചെയ്തു. തൊട്ടടുത്ത പൊസിഷനിൽ നമ്മൾ ഏതിനോടാണ്? 30യുടെ ലെഫ്റ്റ് ചൈൽഡിനെ സ്റ്റോർ ചെയ്യുന്നു. 25 അതും എഴുതി. ഇനി എന്താണ്? 30യുടെ ലെഫ്റ്റ് ചൈൽഡാണ് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്തത്. ഇനി ആരെ സ്റ്റോർ ചെയ്യണം? അതെ, 30യുടെ റൈറ്റ് ചൈൽഡ്. പക്ഷെ 30ക്ക് റൈറ്റ് ചൈൽഡ് ഉണ്ടോ? ഇല്ല. എങ്കിലും റൈറ്റ് ചൈൽഡ് ഇല്ലെങ്കിൽ പോലും ഒരു സ്പേസ് 30യുടെ റൈറ്റ് ചൈൽഡിനായി നമ്മൾ റിസർവ് ചെയ്തിടണം. അപ്പോൾ ലൊക്കേഷൻ 11ൽ 30യുടെ റൈറ്റ് ചൈൽഡിനുള്ള സ്പേസ് നമ്മൾ റിസർവ് ചെയ്തിടുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ആഡ് ചെയ്താൽ സ്റ്റോർ ചെയ്യുവാൻ വേണ്ടി. അടുത്ത ആരെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? നമുക്ക് തോന്നും ഇനി അടുത്തത് 90യുടെ ലെഫ്റ്റ് ചൈൽഡായ 88നെ അല്ലേ തൊട്ടടുത്ത ലൊക്കേഷനായ 12ൽ സ്റ്റോർ ചെയ്യേണ്ടത്? അല്ല, 90യുടെ ലെഫ്റ്റ് അല്ല. പിന്നെയോ? നോക്കിക്കേ, ശരിക്കും ഇവിടെ 77ൻ്റെ ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടായിരുന്നു എങ്കിൽ 77ൻ്റെ ഒരു ലെഫ്റ്റ് ചൈൽഡ് ഉണ്ടായിരുന്നു എങ്കിൽ ആ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും കാണുമായിരുന്നില്ലേ? ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വാല്യൂ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ലെഫ്റ്റ് ചൈൽഡും ഈ റൈറ്റ് ചൈൽഡും ഇല്ലാതായി പോയത്. അപ്പോൾ 30യുടെ ലെഫ്റ്റ് ചൈൽഡിനും 30യുടെ റൈറ്റ് ചൈൽഡിനും ശേഷം ശരിക്കും പറഞ്ഞാൽ അടുത്ത സ്ഥാനം ആർക്കുള്ളതാണ്? 77ൻ്റെ ലെഫ്റ്റ് ചൈൽഡിനുള്ള സ്പേസാണ് അടുത്തതായിട്ടുള്ളത്. പിന്നെയോ 77ൻ്റെ ലെഫ്റ്റ് ചൈൽഡിൻ്റെ റൈറ്റ് ചൈൽഡിനുള്ള സ്ഥലമാണ് അടുത്തത്. അത് രണ്ടും സ്റ്റോർ ചെയ്തതിന് ശേഷമേ 88 എന്ന 90യുടെ ലെഫ്റ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ 2 വാല്യൂസ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് റിസർവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്?
25 എന്ന് പറയുന്നത് 30യുടെ ലെഫ്റ്റ്, അതിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷൻ 30യുടെ റൈറ്റ് ചൈൽഡ്, അതിൻ്റെ തൊട്ടടുത്ത 2 ലൊക്കേഷൻസ് അതായത് 12ഉം 13ഉം ഏതിനു വേണ്ടി റിസർവ് ചെയ്യണം? 77ൻ്റെ ഇല്ലാത്ത ലെഫ്റ്റ് ചൈൽഡിൻ്റെ 2 ചിൽഡ്രന് വേണ്ടി റിസർവ് ചെയ്യുന്നു. അങ്ങനെ ഈ 2 പൊസിഷൻസ് നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ട് അടുത്ത വാല്യൂ 14 എന്ന് പറയുന്ന ഈ ലൊക്കേഷനിൽ വേണം സ്റ്റോർ ചെയ്യാൻ. അടുത്ത ഏതാ സ്റ്റോർ ചെയ്യേണ്ടത്? ഡെഫിനിറ്റ്ലി ഈ വാല്യൂസ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി സ്റ്റോർ ചെയ്യപ്പെടേണ്ടത് ഏതാണ്? 90യുടെ ലെഫ്റ്റ് ചൈൽഡാണ്. 90യുടെ ലെഫ്റ്റ് ചൈൽഡ്, പിന്നെ 90യുടെ റൈറ്റ് ചൈൽഡ്. 90യുടെ ലെഫ്റ്റ് 88 ആണ്, 90യുടെ റൈറ്റ് ഇല്ല. അപ്പോൾ ലൊക്കേഷൻ നമ്പർ 14-ൽ 90യുടെ ലെഫ്റ്റ് ചൈൽഡായ 88നെ സ്റ്റോർ ചെയ്യുന്നു. 90യുടെ റൈറ്റ് ചൈൽഡ് സ്റ്റോർ ചെയ്യാൻ ഈ ഒരു ലൊക്കേഷൻ നമ്മൾ റിസർവ് ചെയ്യുകയാണ്. അപ്പോൾ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബൈനറി ട്രീയെ കംപ്ലീറ്റ് ബൈനറി ട്രീ ആയി അസ്യൂം ചെയ്യുകയും ഓരോ നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡും റൈറ്റ് ചൈൽഡും സ്റ്റോർ ചെയ്യാനുള്ള പൊസിഷൻസ് മെമ്മറിയിൽ റിസർവ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഓരോ ലെവലിലെ നോഡുകളെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഒരു ചൈൽഡ് ഇല്ല എങ്കിൽ പോലും ആ നോഡിന് വേണ്ടിയിട്ടുള്ള സ്പേസ് നമ്മൾ ലീവ് ചെയ്യണം, അല്ലെങ്കിൽ റിസർവ് ചെയ്തിടുക. ഇങ്ങനെയാണ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സീക്വൻഷ്യൽ എന്ന് പറയാൻ കാരണം ഒന്നിന് പിറകെ ഒന്നായി കണ്ടിന്യൂസ് ലൊക്കേഷൻസിലാണ് നമ്മൾ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് അടുത്ത് ചോദിക്കുന്നൊരു ചോദ്യം, ഇപ്പോൾ എനിക്കൊരു പേരൻറ്റ് നോഡിൻ്റെ ആ പേരൻറ്റ് നോഡ് ഏത് ലൊക്കേഷനിലാണെന്ന് എനിക്കറിയാം. പേരൻറ്റിൻ്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ അതുപയോഗിച്ച് ചൈൽഡിൻ്റെ ലൊക്കേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? അത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് അപ്പം ഞാൻ പറയുന്നു എനിക്ക് 90യുടെ ചിൽഡ്രൻ എവിടെയാണെന്നാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ 90 ആദ്യം എവിടെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. 90യുടെ ലൊക്കേഷൻ നോക്കിയപ്പോൾ 97th ലൊക്കേഷനിലാണ്. 7 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് 90 സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേരൻ്റ് ആയ 90 ലൊക്കേഷൻ 7ലാണെങ്കിൽ 90യുടെ ലെഫ്റ്റ് ചൈൽഡ് എവിടെയായിരിക്കും? സിമ്പിൾ. പേരൻറ്റിൻ്റെ ലൊക്കേഷൻ നമുക്കറിയാമെങ്കിൽ 2 ടൈംസ് ലൊക്കേഷൻ ഓഫ് പേരൻറ്റ് 2 ടൈംസ് ലൊക്കേഷൻ ഓഫ് പേരൻറ്റ് ചെയ്യുക, വിച്ച് ഈസ് 2 ടൈംസ് 7. 2 ടൈംസ് 7 എത്ര? 14. അപ്പോൾ പേരൻറ്റിൻ്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ അതിൻ്റെ ഇരട്ടി കണ്ടുപിടിക്കുക. ഇഫ് ദ ലൊക്കേഷൻ ഈസ് 7 then 2 ടൈംസ് 7, അത് 14 എന്ന് കിട്ടി. 14th ലൊക്കേഷനിൽ കാണും 90യുടെ ലെഫ്റ്റ് ചൈൽഡ്. നമുക്കൊന്ന് നോക്കാം. 14 ആരാ? 88 ആരാ? 90യുടെ ലെഫ്റ്റ് ചൈൽഡ്. അപ്പോൾ 90യുടെ റൈറ്റ് ചൈൽഡ് എവിടെ കാണും? റൈറ്റ് ചൈൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2 ടൈംസ് ലൊക്കേഷൻ ഓഫ് ദ പേരൻറ്റ് പ്ലസ് 1. പേരൻറ്റിൻ്റെ ലൊക്കേഷൻ 7ലാണ്. അപ്പോൾ 2 ടൈംസ് 7 പ്ലസ് 1 വിച്ച് ഇസ് 14 പ്ലസ് 1 15. 15ാമത്തെ ലൊക്കേഷനിലായിരിക്കും 90യുടെ റൈറ്റ് ചൈൽഡ്. ശരിയാണ്. 14ലും 15ലുമാണ് 90യുടെ ലെഫ്റ്റും റൈറ്റും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേരൻറ്റിൻ്റെ ലൊക്കേഷൻ അറിയാമെങ്കിൽ 2 ടൈംസ് ദ ലൊക്കേഷൻ ഓഫ് പേരൻറ്റ് ചെയ്താൽ ലെഫ്റ്റ് ചൈൽഡിൻ്റെ ലൊക്കേഷൻ കിട്ടും. 2 ടൈംസ് ദ ലൊക്കേഷൻ ഓഫ് ദ പേരൻറ്റ് പ്ലസ് 1 ചെയ്താൽ ആ പേരൻറ്റിൻ്റെ റൈറ്റ് ചൈൽഡിൻ്റെ ലൊക്കേഷനും കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് ഇസ് ട്രൂ ഫോർ ഓൾ നോഡ്സ് ഇൻ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഇത്രയാണ് എന്താ പറയുക, ബൈനറി ട്രീയുടെ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷനിലേക്ക് പോകാം. അപ്പോൾ ഒരു ബൈനറി ട്രീ നമുക്ക് അതിനായിട്ട് കൺസിഡർ ചെയ്യാം. എൻ്റെ ബൈനറി ട്രീ ആണ് ഈ വരച്ചിരിക്കുന്നത്. റൂട്ട് നോഡ് എ, അതിന് 2 ചിൽഡ്രൻ, ലെഫ്റ്റ് ചൈൽഡ് ബി, റൈറ്റ് ചൈൽഡ് സി. പിന്നെ ബിക്ക് ഒരു ചൈൽഡ് മാത്രമേ ഉള്ളൂ, ലെഫ്റ്റ് ചൈൽഡ് മാത്രം, അതിനെ ഡി എന്ന് വിളിക്കുന്നു. ബിക്ക് റൈറ്റ് ഇല്ല. സി എന്ന നോഡിന് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, സിക്ക് റൈറ്റ് ചൈൽഡ് മാത്രമേ ഉള്ളൂ, അത് ഇ ആണ്. ഇങ്ങനെ ഒരു ട്രീ ആണ് ഞാൻ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷനിലൂടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇവിടെ എത്ര നോഡുകളാണ് ഉള്ളത്? 3ഉം 2ഉം 5 നോഡുകളുണ്ട്. ട്രീയിൽ എത്ര നോഡുകൾ ഉണ്ടെങ്കിലും ഓരോ നോഡിനെ ഈ ഫോർമാറ്റിലാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓരോ നോഡിനെയും ഈ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് ഇങ്ങനെ ആയിരിക്കും ലിങ്ക്ഡ് ലിസ്റ്റിലെ ഒരു നോഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ നോഡിന് 3 ഭാഗങ്ങളുണ്ട്.
സെൻറ്റർ പോർഷനിൽ നോഡിൻ്റെ പേര് എഴുതണം. ഇപ്പം നോഡിൻ്റെ പേര് എ ആണെങ്കിൽ ഒരു നോഡ് വരയ്ക്കുക, അതിന് 3ആയിട്ട് തരംതിരിക്കുക, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത ശേഷം സെൻറ്റർ പോർഷനിൽ നോഡിൻ്റെ പേര് എഴുതുക. ഈ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കും ഈ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കുമാണ്. അപ്പോൾ മൊത്തം 3 പാർട്ട് ഉണ്ടെങ്കിൽ ആ 3 പാർട്ടിൽ സെൻറ്റർ പാർട്ട് നെയിം ഓഫ് ദ നോഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഈ ഭാഗം ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കും ഈ ഭാഗം റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കിനെയും സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യം ഈ ട്രീ ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ അതിന് വേണ്ടി ട്രീയിൽ എത്ര നോഡുകളുണ്ടോ അത്രയും നോഡുകൾ അങ്ങ് വരയ്ക്കാൻ പോവാം. ഇതാ ഇങ്ങനെ. ഓക്കെ, ഏറ്റവും മുകളിൽ എയുടെ ലെഫ്റ്റ് ചൈൽഡ് ബി, എയുടെ റൈറ്റ് ചൈൽഡ് സി, ബിയുടെ ലെഫ്റ്റ് ചൈൽഡ് ഡി, സിയുടെ റൈറ്റ് ചൈൽഡ് ഇ. അപ്പോൾ നേരത്തെ ട്രീയിൽ കണ്ട അതേ പൊസിഷനുകളിലാണ് ഇപ്പോൾ ഞാൻ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ നോഡുകൾ വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലിങ്ക് കൂടി സെറ്റ് ചെയ്യാം. നോഡുകളെല്ലാം വരച്ചതിന് ശേഷം ലിങ്ക് സെറ്റ് ചെയ്യാൻ പോകുന്നു. എങ്ങനെ? എയുടെ ലെഫ്റ്റ് ചൈൽഡാണ് ബി, അപ്പോൾ എയുടെ ലെഫ്റ്റ് ലിങ്ക് ബിയെ പോയിൻ്റ് ചെയ്യണം. അതുപോലെ എയുടെ റൈറ്റ് ലിങ്ക് സിയെ പോയിൻ്റ് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നോഡിൻ്റെ പേര് എ ആണ്, എയുടെ ലെഫ്റ്റ് ബിയെ പോയിൻ്റ് ചെയ്യുന്നു, എയുടെ റൈറ്റ് സിയെ പോയിൻ്റ് ചെയ്യുന്നു. ബാക്കിയും കൂടെ വരയ്ക്കാം. അടുത്തത് ബി ആണ്. ബിയുടെ ലെഫ്റ്റ് ചൈൽഡാണ് ഡി, ബിക്ക് റൈറ്റ് ചൈൽഡ് ഇല്ല, അതുകൊണ്ട് അത് നള്ളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. സിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, പക്ഷെ റൈറ്റ് ഇയെ പോയിൻ്റ് ചെയ്യുന്നു. ഡിയെ സംബന്ധിച്ചിടത്തോളം ഡിക്ക് ലെഫ്റ്റ് ചൈൽഡുമില്ല, റൈറ്റ് ചൈൽഡുമില്ല. ഇക്കോ? ഇക്കും ലെഫ്റ്റ് ചൈൽഡുമില്ല, റൈറ്റ് ചൈൽഡുമില്ല. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ. പിന്നെ ചെറിയൊരു കാര്യം കൂടിയുണ്ട്, അതുകൂടെ ഒന്ന് വരയ്ക്കാം. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് എവിടെ എന്ന് തിരിച്ചറിയാൻ നമ്മളൊരു എക്സ്ട്രാ പോയിൻ്റർ യൂസ് ചെയ്യും. പോയിൻ്ററിൻ്റെ പേരാണ് സ്റ്റാർട്ട് പോയിൻ്റർ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാർട്ട് പോയിൻ്ററാണ്. സ്റ്റാർട്ട് പോയിൻ്റർ ആരെ പോയിൻ്റ് ചെയ്യുന്നു? ട്രീയുടെ ഫസ്റ്റ് നോഡിനെ, അതായത് റൂട്ട് നോഡിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിൻ്ററാണ് സ്റ്റാർട്ട് എന്ന് പറയുന്ന പോയിൻ്റർ. അപ്പോൾ സ്റ്റാർട്ട് പോയിൻ്റർ റൂട്ടിനെ പോയിൻ്റ് ചെയ്യും. റൂട്ടിലെത്തിപ്പെട്ടാൽ അവിടെ നിന്ന് നമുക്ക് ലിങ്കുകൾ ഉപയോഗിച്ച് ഓരോ നോഡുകളിൽ നിന്ന് അടുത്ത നോഡുകളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഇതാണ് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ചില സമയങ്ങളിൽ സ്റ്റാർട്ട് പോയിൻ്റർ കൂടാതെ ഒരു എക്സ്ട്രാ നോഡ് നമ്മളിവിടെ യൂസ് ചെയ്യാറുണ്ട്. അത് എന്തിനാണ് എന്നുകൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഒരു നോഡിനെ ഞാൻ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോഡിന് 3 പാർട്ടുകളാണുള്ളത്. ഒരു ലെഫ്റ്റ് പാർട്ട്, ഒരു റൈറ്റ് പാർട്ട്, ഒരു സെൻറ്റർ പാർട്ട്. സെൻറ്റർ പാർട്ട് പേര് സ്റ്റോർ ചെയ്യാൻ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെഫ്റ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കും റൈറ്റ് പോർഷൻ റൈറ്റ് ചൈൽഡിലേക്കുള്ള ലിങ്കുമാണ്. അപ്പോൾ ഈ 3 ഭാഗങ്ങളിലും ഓരോ കാര്യങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ട്രീയെക്കുറിച്ചുള്ളൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്യുന്നിടം വരെയും നമുക്ക് ഈ ട്രീയിൽ എത്ര നോഡുകളുണ്ടെന്നോ, ഇതൊരു കംപ്ലീറ്റ് ബൈനറി ട്രീ ആണോ അല്ലയോ, അതോ ഇതൊരു എക്സ്റ്റെൻഡഡ് ബൈനറി ട്രീ ആണോ, ഈ ട്രീയെക്കുറിച്ച് വിശദമായി മറ്റു പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷെ അതൊന്നും തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ട്രീയെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ നോഡ് നമ്മൾ യൂസ് ചെയ്യും. ആ എക്സ്ട്രാ നോഡിനെ ഞാൻ പറയുന്ന പേരാണ് ഹെഡർ നോഡ്. ആ ഹെഡർ നോഡ് എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായി ഞാൻ ഈ ലിങ്ക് തൽക്കാലം ഒന്ന് റബ്ബ് ചെയ്യാണ്. നമുക്ക് ഹെഡർ നോഡ് വരയ്ക്കാം. ഹെഡർ നോഡ് ഞാൻ വരയ്ക്കാൻ പോകുന്നു. നമുക്ക് ഇവിടെയാണ് ഹെഡർ നോഡ് വരയ്ക്കുന്നത്. ഓക്കെ, ഹെഡർ നോഡിനും 3 ഭാഗങ്ങളാണുള്ളത്. ആ ഹെഡർ നോഡ് ശരിക്കും പറഞ്ഞാൽ സ്റ്റാർട്ട് പോയിൻ്റർ ഹെഡർ നോഡിനെ പോയിൻ്റ് ചെയ്യും. ഹെഡർ നോഡിൻ്റെ ലെഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൂട്ട് നോഡിനെ പോയിൻ്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, സ്റ്റാർട്ട് പോയിൻ്റർ ഹെഡർ നോഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഹെഡർ നോഡിൻ്റെ ലെഫ്റ്റ് ലിങ്കാണ് റൂട്ടിനെ പോയിൻ്റ് ചെയ്യുന്നത്. ഹെഡർ നോഡിൻ്റെ റൈറ്റ് ലിങ്ക് നള്ളായിരിക്കും. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, ഹെഡർ നോഡിൻ്റെ റൈറ്റ് ലിങ്ക് നള്ളായിരിക്കും. അപ്പോൾ ഹെഡർ നോഡിനും 3 ഭാഗങ്ങളുണ്ട്: സെൻറ്റർ പോർഷൻ, ലെഫ്റ്റ് പോർഷൻ, റൈറ്റ് പോർഷൻ. സ്റ്റാർട്ട് പോയിൻ്റർ ഹെഡറിനെ പോയിൻ്റ് ചെയ്യുമ്പോൾ ഹെഡറിൻ്റെ ലെഫ്റ്റ് ലിങ്ക് റൂട്ടിനെ പോയിൻ്റ് ചെയ്യുകയും
ഹെഡറിൻ്റെ റൈറ്റ് ലിങ്ക് നള്ളായി സെറ്റ് ചെയ്യുകയും ചെയ്യുന്നതിനോടൊപ്പം ഈ സെൻറ്റർ പോർഷനിലായിരിക്കും നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നത്, ആ ട്രീയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം ഇതിനോടൊപ്പം തന്നെ ഹെഡർ നോഡ് എന്താണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും ഞാൻ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ കണ്ടല്ലോ. ഇവിടെ എന്തൊക്കെ മനസ്സിലായി? ട്രീയിൽ എത്ര നോഡുകളുണ്ടെങ്കിലും ഓരോ നോഡിനെയും നമ്മൾ ഇതുപോലെ 3 ഭാഗങ്ങളായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ട്രീയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തം 5 നോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 5 നോഡുകളെയും ഞാനിവിടെ ഈ ഫോർമാറ്റിൽ, അതായത് 3 പാർട്ടീഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, എല്ലാ നോഡുകൾക്കും ഒരു ലെഫ്റ്റ് പോർഷനുണ്ട്, എല്ലാ നോഡുകൾക്കും ഒരു ഇൻഫർമേഷൻ പാർട്ടുണ്ട്, എല്ലാ നോഡുകൾക്കും ഒരു റൈറ്റ് പാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ മെമ്മറിയിൽ റെപ്രസെൻ്റ് ചെയ്യുവാനായി ഞാൻ 3 അറേസ് ഉപയോഗിക്കുന്നു. 3 അറേസ് ഉപയോഗിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് അറേ എല്ലാ നോഡിൻ്റെയും ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സെക്കൻഡ് അറേ എല്ലാ നോഡിൻ്റെയും ലെഫ്റ്റ് ലിങ്ക് ആരെ പോയിൻ്റ് ചെയ്യുന്നു എന്ന് സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നു. തേർഡ് അറേ എല്ലാ നോഡുകളുടെയും റൈറ്റ് ലിങ്ക് ആരെ പോയിൻ്റ് ചെയ്യുന്നു എന്ന് സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ 3ഉം സ്റ്റോറാണ് ചെയ്യുന്നത്. ഓരോ അറേ ഓരോ ഇൻഫർമേഷനാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇൻഫർമേഷൻ എന്ന അറേ എല്ലാ നോഡുകളുടെയും ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നോഡിൻ്റെ പേര്, ഇൻഫർമേഷൻ മാത്രമാണ് സ്റ്റോർ ചെയ്യുന്നത്. ലെഫ്റ്റ് എന്ന് പറയുന്ന അറേ എല്ലാ നോഡുകളുടെയും ലെഫ്റ്റ് ലിങ്ക് ആരെ പോയിൻ്റ് ചെയ്യുന്നു എന്നും, റൈറ്റ് എന്ന് പറയുന്ന അറേ എല്ലാ നോഡുകളുടെയും റൈറ്റ് ലിങ്ക് ആരെ പോയിൻ്റ് ചെയ്യുന്നു എന്നുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ഈ ഒരു ട്രീ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. നോക്കിക്കേ, 3 അറേസ് അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. ലെഫ്റ്റ് അറേ, റൈറ്റ് അറേ, ഇൻഫർമേഷൻ അറേ. സാധാരണ അറേ വരയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ സെപ്പറേറ്റ് അല്ലേ വരയ്ക്കാറ്? ഇങ്ങനെ ഒരു അറേ, ഇത് വേറൊരു അറേ, ഇത് വേറൊരു അറേ. ഇങ്ങനെ 3 അറേ സെപ്പറേറ്റായി വരയ്ക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഒരുമിച്ച് വരച്ചിരിക്കുന്നു. അതെന്താ? ഇത് ഒരുപോലെ അല്ലെങ്കിൽ ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട അറേസ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഒന്നിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വലി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ 3 ഡിഫറെൻറ്റ് അറേസ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിലും ഇതെല്ലാം സൈമൾട്ടേനിയസ്ലി ഓപ്പറേറ്റ് ചെയ്യുന്ന അറേസ് ആയതുകൊണ്ടാണ് ഇവരെ ഒരുമിച്ച് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അറേ ഏതാണ്? ഇൻഫർമേഷൻ അറേ. എല്ലാ നോഡിൻ്റെയും പേര് മാത്രം സ്റ്റോർ ചെയ്യും. ഇത് എല്ലാ നോഡിൻ്റെയും ലെഫ്റ്റ് ലിങ്കിൻ്റെ ഇൻഫർമേഷനും ഇതെല്ലാ നോഡിൻ്റെയും റൈറ്റ് ലിങ്കിൻ്റെ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യാനുള്ള 3 അറേസ് ആണ്. എല്ലാ അറേയുടെയും ലൊക്കേഷൻസ് മാർക്ക് ചെയ്യാം. 1 മുതൽ 9 വരെ മാർക്ക് ചെയ്തിരിക്കുന്നു. 9 ലൊക്കേഷൻസാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. 9 വേണമെന്നില്ല, എത്ര വേണേലും ആവാം. തൽക്കാലം ഞാനൊരു 9 എണ്ണം വരച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ നോഡുകൾ ഏതൊക്കെയാണ്? A, B, C, D, E 5 നോഡുകളാണുള്ളത്. നമുക്ക് മാർക്ക് ചെയ്യാം. ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഞാൻ A മാർക്ക് ചെയ്യാൻ പോകും. അത് ഇന്നിടത്തെ മാർക്ക് ചെയ്യാവൂ എന്നൊന്നുമില്ല, എവിടെ വേണേലും മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ തൽക്കാലം ഇവിടെ A മാർക്ക് ചെയ്യുന്നു. മറ്റേതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഞാൻ B മാർക്ക് ചെയ്യുന്നു. ഇനിയും C, പിന്നെ D, പിന്നൊരു E. അങ്ങനെ 5 നോഡുകളും ഞാൻ ഇൻഫർമേഷൻ പാർട്ടിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ആകെ 5 നോഡുകളേ ഉള്ളൂ. ആ 5 നോഡുകളുടെയും പേര് ഇൻഫർമേഷൻ എന്ന അറയുടെ വ്യത്യസ്തമായ ലൊക്കേഷനിൽ ഞാൻ എഴുതി കഴിഞ്ഞു. ഇനിയാണ് തുടങ്ങുന്നത്. A എന്ന നോഡിൽ നിന്ന് തുടക്കം കുറിക്കണം, സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഞാനൊരു പോയിൻ്റർ ഉപയോഗിക്കുന്നു, സ്റ്റാർട്ട്. ആ സ്റ്റാർട്ട് പോയിൻ്ററിൻ്റെ അവിടെ വാല്യൂ 5 എന്ന് കൊടുക്കാൻ പോവുകയാണ്. എന്താ കാര്യം? 5 എന്ന് പറയുന്ന ലൊക്കേഷനിൽ വേണം ഈ ഒരു പോയിൻ്റർ പോയിൻ്റ് ചെയ്യുവാൻ. സ്റ്റാർട്ട് അറ്റ് 5 എന്നാണ് അർത്ഥം. 5-ൽ പോയി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നോഡ് ലൊക്കേഷൻ 5-ലുണ്ടെന്നർത്ഥം. അപ്പോൾ ഒരു ട്രീയിൽ ഒരുപാട് നോഡുകൾ കാണും. അതിൽ റൂട്ടിനെ പോയിൻ്റ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് നോഡ്. റൂട്ടിനെ പോയിൻ്റ് ചെയ്യുന്ന സ്റ്റാർട്ട് നോഡ് ആയതുകൊണ്ട് റൂട്ട് എവിടെയാണ് എന്ന് മാത്രം സ്റ്റാർട്ട് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർട്ടിനകത്ത് 5 എന്ന വാല്യൂ എങ്കിൽ അതിൻ്റെ അർത്ഥം 5th ലൊക്കേഷനിൽ പോയാൽ നിങ്ങൾക്ക് റൂട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും.
അങ്ങനെ നമ്മൾ ഫിഫ്ത്തിൽ ചെന്നു. ഫിഫ്ത്തിൽ ചെന്നപ്പോൾ ഇൻഫർമേഷൻ പാർട്ടിൽ എ ഉണ്ട്, പിന്നെ 2 ലൊക്കേഷൻസ് കൂടിയുണ്ട്. അവിടെ ഞാനിപ്പോൾ തൽക്കാലം ഒന്നും സ്റ്റോർ ചെയ്തില്ല, വാല്യൂസ് സ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണ്, എയുടെ ലെഫ്റ്റ് എവിടെയാണെന്നും എയുടെ റൈറ്റ് എവിടെയാണെന്നുമാണ് ഞാൻ സ്റ്റോർ ചെയ്യേണ്ടത്. എയുടെ ലെഫ്റ്റ് എവിടാ? എയുടെ ലെഫ്റ്റ് ആരാന്ന് നോക്കാം. എയുടെ ലെഫ്റ്റ് ബിയും എയുടെ റൈറ്റ് സിയുമാണ്. അങ്ങനെ വന്നാൽ എയുടെ ലെഫ്റ്റ് ബി ആയതുകൊണ്ട് ബിയുടെ ലൊക്കേഷൻ ഇവിടെ എഴുതുക. അതേപോലെ എയുടെ റൈറ്റ് സി ആയതുകൊണ്ട് സിയുടെ ലൊക്കേഷൻ ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് എന്ന പോയിൻ്റർ ഉപയോഗിച്ച് 5ാമത്തെ ലൊക്കേഷനിൽ ഞാൻ എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും 5ാമത്തെ ലൊക്കേഷൻ ഇരിക്കുന്ന റൂട്ട് നോഡിൻ്റെ പേര് എ എന്നാണ്. ഈ റൂട്ട് നോഡിൻ്റെ ലെഫ്റ്റ് ചൈൽഡ് കിട്ടണമെങ്കിൽ ലൊക്കേഷൻ 3യിൽ പോകണം. ഈ റൂട്ട് നോഡിൻ്റെ റൈറ്റ് ചൈൽഡിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ലൊക്കേഷൻ 9ൽ പോകണം. ഇങ്ങനെ ഓരോ നോഡിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്യും. അപ്പം നമുക്ക് നേരെ ലൊക്കേഷൻ 3യിലോട്ടൊന്ന് പോകാം. ഇതാണ് ലൊക്കേഷൻ 3. ലൊക്കേഷൻ 3യിൽ ബി ആണുള്ളത്. അപ്പോൾ അടുത്ത് എന്തൊക്കെ സ്റ്റോർ ചെയ്യണം? ബിയുടെ ഇൻഫർമേഷൻ മാത്രം പോരാ, ബിയുടെ ലെഫ്റ്റും റൈറ്റും എവിടെയാണെന്ന് സ്റ്റോർ ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ നേരെ മേളിൽ പോയി നോക്കുകയാണ്. ബിയുടെ ലെഫ്റ്റ് ഡി ആണ്, പക്ഷേ റൈറ്റ് ചൈൽഡ് ഇല്ല. അപ്പം ഞാൻ എഴുതുന്നു ബിയുടെ ലെഫ്റ്റ് ഡി ആയതുകൊണ്ട് ഡിയുടെ ലൊക്കേഷൻ എഴുതി. ബിക്ക് റൈറ്റ് ചൈൽഡ് ഇല്ലാത്തത് കൊണ്ട് റൈറ്റിൻ്റെ അവിടെ 0 സ്റ്റോർ ചെയ്തു. ഇറ്റ് ഹാസ് നോ റൈറ്റ് ചൈൽഡ്. ബിയുടെ കാര്യം സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് സിയുടെ കാര്യം സ്റ്റോർ ചെയ്യാം. സിയുടെ കാര്യം, സിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, പക്ഷേ റൈറ്റ് ചൈൽഡ് ഇ ആണ്. സിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് ചൈൽഡ് ഇ ആയതുകൊണ്ട് ഇയുടെ ലൊക്കേഷൻ അവിടെ സ്റ്റോർ ചെയ്യുക. ഇയുടെ ലൊക്കേഷൻ സ്റ്റോർ ചെയ്തു. ശരി, അപ്പോൾ അതും കഴിഞ്ഞു. ഇനി ആരുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം? ഇനി ഡിയുടെ ഡീറ്റെയിൽസ് എന്താ? ഡിക്ക് ലെഫ്റ്റും ഇല്ല, റൈറ്റും ഇല്ല. ഇക്കും ലെഫ്റ്റും റൈറ്റും ഇല്ല. അപ്പോൾ ഡിക്ക് ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, ഡിക്ക് റൈറ്റ് ചൈൽഡ് ഇല്ല, ഇക്കും ലെഫ്റ്റ് ചൈൽഡ് ഇല്ല, റൈറ്റ് ചൈൽഡ് ഇല്ല. അപ്പോൾ ആകെ 5 നോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. 5 നോഡുകളുടെയും ഇൻഫർമേഷൻ പാർട്ടും ലിങ്ക് പാർട്ടും, ലിങ്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിങ്കും റൈറ്റ് ലിങ്കും നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞു. ഇപ്പോഴും ചെറിയൊരു കാര്യം ബാക്കിയുണ്ട്. അതായത് ഒരു പോയിൻ്റർ കൂടി നമുക്കിവിടെ വേണം. പോയിൻ്ററിൻ്റെ പേര് അവെയിൽ. അപ്പോൾ അവെയിൽ എന്ന പോയിൻ്റർ ഫ്രീ ലിസ്റ്റുകളുടെ കളക്ഷനാണ്. ഫ്രീ മെമ്മറി ലൊക്കേഷൻസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ ഈ ഫ്രീ മെമ്മറി ലൊക്കേഷൻസ് എവിടെ തുടങ്ങുന്നു എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഞാനിവിടെ 2 എന്ന് എഴുതുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഫ്രീ മെമ്മറി ലൊക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് പൊസിഷൻ 2. അപ്പോൾ ഇത് 2നെ പോയിൻ്റ് ചെയ്യും. ഓക്കെ, ശരി. അപ്പോൾ 2 എന്ന് പറയുന്ന ഫ്രീ ലൊക്കേഷൻ ആയതുകൊണ്ട് 2വിന് ശേഷം എങ്ങോട്ട് പോകണം? അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം. 2വിന് ശേഷം എങ്ങോട്ട് പോകണം? 2വിന് ശേഷം നമുക്ക് 4 എന്ന് പറയുന്ന ലൊക്കേഷൻ ഫ്രീയാ, 6 എന്ന് പറയുന്ന ലൊക്കേഷൻ ഫ്രീയാ, 8 എന്ന് പറയുന്ന ലൊക്കേഷൻ ഫ്രീയാ. അപ്പം ഞാൻ 2വിന് ശേഷം 6ൽ പോകാൻ പറഞ്ഞു. 6ൽ ചെന്നപ്പോൾ 8ൽ പോകാൻ പറഞ്ഞു. ഓക്കെ, 8ൽ ചെന്നപ്പോൾ 4ൽ പോകാൻ പറഞ്ഞു. 4ൽ ചെന്നപ്പോൾ 0 എന്ന് സ്റ്റോർ ചെയ്തു. എന്ന് വെച്ചാൽ ഇനി എങ്ങോട്ടും പോകാനില്ല, ഫ്രീ ലിസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഫ്രീ ലിസ്റ്റിന് ലെഫ്റ്റ് ലിങ്ക്, റൈറ്റ് ലിങ്ക് അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും ഒരു ലിങ്ക് അങ്ങ് സെറ്റ് ചെയ്യുക. ഒന്നുകിൽ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് ലിങ്കിൽ നെക്സ്റ്റ് നോഡ് ഏത് ഫ്രീ ലൊക്കേഷനിലാണ് എന്നുള്ള ഡീറ്റെയിൽസ് ലെഫ്റ്റ് ലിങ്കിൽ അങ്ങ് സ്റ്റോർ ചെയ്ത് പോവുക, അല്ലെങ്കിൽ റൈറ്റ് ലിങ്കിൽ സ്റ്റോർ ചെയ്ത് പോവുക. ഓക്കെ, അതിൽ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും ഇല്ലാത്ത ഫ്രീ മെമ്മറി സ്പേസുകളായതുകൊണ്ട് 2 ലിങ്കും സ്റ്റോർ ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു ലിങ്കിൽ തന്നെ നെക്സ്റ്റ് നോഡ് എന്നുള്ള ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്ത് പോവുക. അപ്പോൾ എപ്പോഴാണോ നെക്സ്റ്റ് ലിങ്കിൻ്റെ വാല്യൂ 0 ആകുന്നത്, അതിൻ്റെ അർത്ഥം ഫ്രീ ലിസ്റ്റ് എൻഡായി എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് എന്താ പറയുക, ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ നമ്മൾ വഴി ബൈനറി ട്രീയെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിച്ചു? സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസും പിന്നെ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ബൈനറി ട്രീസും. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്സ്. താങ്ക് യു.